തെരഞ്ഞെടുപ്പ് പോര് കനക്കുമ്പോൾ പത്തനംതിട്ടയിൽ ആരോപണ പ്രത്യാരോപണവുമായി മുന്നണികൾ. ഡോക്ടർ ടി എം തോമസ് ഐസക് സംഘടിപ്പിക്കുന്ന ജോബ് ഫെയറുകൾക്കെതിരെ തലമുട്ടിയടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. PSC ഉദ്യോഗാർത്ഥികൾക്കായി ഒന്നും ചെയ്യാതെ ജോബ് ഫെയർ നടത്തുന്ന തോമസ് ഐസക് തട്ടിപ്പുകാരനാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ചൂടിനൊപ്പം പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് ചൂടും കനക്കുകയാണ്. ഇവിടെ ആകെ ചർച്ച മൈഗ്രേഷൻ കോൺക്ലേവും വിജ്ഞാന പത്തനംതിട്ട പദ്ധതിയുമാണ്. ഐസക് കൊണ്ടുവന്ന വിജ്ഞാന പത്തനംതിട്ട പദ്ധതി തട്ടിപ്പെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആക്ഷേപം. തിരിച്ചടിച്ച് ഇടതുപക്ഷവും രംഗത്തുണ്ട്. ചുരുങ്ങിയത് ഒരു മാസം കൊണ്ട് 10,000 പേർക്കെങ്കിലും വിദേശത്തും സ്വദേശത്തുമായി തൊഴിൽ നൽകുമെന്ന മൈഗ്രേഷൻ കോൺക്ലേവ് പ്രഖ്യാപനമാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേകം ജോബ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചാണ് രജിസ്ട്രേഷൻ. ഇത് പക്ഷേ തട്ടിപ്പെന്നാണ് യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത്. ഈ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ബിജിനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതുവരെയും നിയമനം കിട്ടിയിട്ടില്ല. മണ്ണ് വാരി തിന്നും തലമുണ്ടനം ചെയ്തും മുട്ടിലിഴഞ്ഞുമൊക്കെ നടക്കുന്ന ഏകദേശം കാലയളവോളം നടത്തിയ സമരം നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ വേദനാജനകമായ ഒരു സമരം. ആ സമരം നിലനിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട തോമസ് ഐസക്കും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സർക്കാരും അടക്കമുള്ള ആളുകൾ ഈ പത്തനംതിട്ടയിൽ വന്ന് ഇങ്ങനെ ഒരു പക്ക പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കാണിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സലീൽ സാലിയുടെ നേതൃത്വത്തിൽ തലമുണ്ടനം ചെയ്തായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം വകവയ്ക്കുന്നില്ലെന്നും തൊഴിൽദാന പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണെന്നും മൈഗ്രേഷൻ കോൺക്ലേവ് ഭാരവാഹികളും പറഞ്ഞു. ആരോപണങ്ങൾ ഇത് നടത്തപ്പോൾ ആരോപണമൊന്നും പറഞ്ഞില്ലല്ലോ. തോമസ് ഐസക് സാർ ഇവിടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടില്ല ആരോപണം വെച്ചത്. ഇത് പരിപാടി നടന്നത് നവംബറിൽ പരിപാടി പ്ലാൻ ചെയ്ത് ജനുവരി മാസത്തിൽ പൂർത്തീകരിച്ച പരിപാടിയാണ്. അന്നങ്ങ് ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നതിൻ്റെ രാഷ്ട്രീയം നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന നോളജ് മിഷനാണ് വിദേശത്തുള്ള വിവിധ സ്വകാര്യ കമ്പനികളെ ക്രോഡീകരിച്ച് ജോബ് ഫെയറിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും രാഷ്ട്രീയ വിവാദം തെരഞ്ഞെടുപ്പ് തീരും വരെ ആളിക്കത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.